നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഒരു സ്കൂൾ വാനാണ്. അതായത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഇതിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്. 8:30 സമയത്ത് ഈ യാത്രക്കാർ ഉൾപ്പെടെ നിരവധി ആളുകൾ പോകുന്ന സമയത്താണ് ഈ ആന ഇറങ്ങിയിരിക്കുന്നത്. ചേട്ടൻ ഈ പരിസരത്തുള്ള ആളാണല്ലോ, ഇപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആനകളുടെ സാന്നിധ്യം എങ്ങനെയാണ്? ഇവിടെ എല്ലാ ദിവസങ്ങളിലും മിക്ക ദിവസങ്ങളും കാണാറുണ്ട്. കാലത്തായാലും വൈകിട്ടായാലും. ഞാൻ പണി കഴിഞ്ഞ് വൈകിട്ട് ഒരു 7-8 മണിക്ക് ചാലക്കുടിയിൽ നിന്ന് പോരാ. അപ്പൊ നിരന്തരം ഇവിടെ കാണാറുണ്ട് എല്ലാ ദിവസങ്ങളിലും. ഞങ്ങൾ വളരെ പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ബൈക്കിലൊക്കെ പോകുമ്പോൾ ഈ ശരിക്കും ഇതൊരു വളവല്ലേ? ഈ ബൈക്കിലൊക്കെ വരുമ്പോൾ ഇപ്പൊ ഈ ക്രോസ് ചെയ്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അറിയാതെ ആനകളുടെ മുമ്പിലേക്ക് ഒന്നും ഞാൻ 1-2 തവണ രാത്രി കണ്ടിട്ടുണ്ട് പല തവണയും. തിരിച്ചു പോവുകയും ചെയ്തു ഇങ്ങോട്ട് പോരാട്ടെ. ഈ ചേട്ടനൊക്കെ എവിടെ ഉള്ള ഈ അപകടങ്ങളൊക്കെ സ്ഥിരം ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ആനകളെ പേടിച്ചിട്ടൊക്കെ വീഴുന്ന? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് പരിക്കും പറ്റിയിട്ട് ആനയെ കണ്ട് പേടിച്ച് വീണ് അങ്ങനെ. ഇതിലിപ്പം ഈ സംഭവം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആനകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ വനം വകുപ്പുകാരെങ്ങനെ വിവരം അറിയിക്കുക? അവർ എത്ര സമയം കൊണ്ടൊക്കെ എത്തും? എങ്ങനെയൊക്കെയാണ്? അവര് ഇവിടെ വാച്ചർമാര് വിളിച്ച് പറയാറുണ്ട്. അവര് മിക്കതും എത്രയും പെട്ടെന്ന് എത്താറുണ്ട്. അതിന്റെ നല്ല സഹകരണങ്ങളുണ്ട് ഇവിടെ. എന്നാലും ആനയല്ലേ, ആർക്കായാലും പേടി ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് ആനകളുടെ സാന്നിധ്യം കൂടിയിട്ടുണ്ടോ? ഇപ്പൊ ഈ വേനൽ ആയപ്പോ ഭയങ്കര പ്രശ്നം. അവിടെ നിരന്തര റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കിന് പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീർച്ചയായും ഈ പറഞ്ഞത് തന്നെയാണ് കാര്യം. അതായത് ഇവിടെ ഇപ്പോൾ ഈ ഒരു വഴിയിൽ തന്നെ നമ്മൾ മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ വനം വകുപ്പ് വെച്ചിട്ടുണ്ട്. കാട്ടാനകളുടെ സാന്നിധ്യം ഈ റോഡിൽ ഉണ്ട് എന്നുൾപ്പെടെയുള്ള ഇത് പലപ്പോഴും നമ്മൾ പല ഫോറസ്റ്റ് മേഖലകളിലും ഇത്തരം ബോർഡുകൾ കാണുമ്പോൾ ആനകളെയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെയോ ഒന്നും കാണാറില്ല. പക്ഷേ ഇത് ശരിക്കും ഈ മുന്നറിയിപ്പ് ബോർഡ് വളരെ ഗുരുതരമായി അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുത്ത് പെരുമാറേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അനുഭവം എല്ലാവരെയും പഠിപ്പിക്കുന്നത്. കാരണം എപ്പോഴും ആനകളുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ആനകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകുന്ന ഒരു സമയത്ത് പലപ്പോഴും ഈ ആളുകൾ ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകാറുള്ളത്. ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനകളെ ഈ റോഡിൻ്റെ ഭാഗത്തുനിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള സൈറനെല്ലാം മുഴക്കിക്കൊണ്ട് ആനകൾ ഇവിടെ നിന്നും ഉൾവനത്തിലേക്ക് അല്ലെങ്കിൽ വനപ്രദേശത്തേക്ക് കൂടുതലായി കയറ്റി പോകുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക സൈറനൊക്കെ മുഴക്കിക്കൊണ്ട് ഇവിടെ ആനകളെ അകത്തേക്ക് കയറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് നിലവിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇതുപോലെ നിരവധി തവണ ഇങ്ങനെ കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുകയും ഇത്തരത്തിൽ വനം വകുപ്പ് ഇടപെടുകയൊക്കെ നിരന്തരമായി സംഭവിക്കുന്നതാണോ ലിഷോ അവിടെ? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ലിഷോ, അതല്ല, നിരന്തരമായി ഇതുപോലെ കാട്ടുമൃഗങ്ങളൊക്കെ വരുന്ന ഒരു മേഖല ആയതുകൊണ്ടാണല്ലോ ബോർഡൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിരന്തരം ഇതുപോലുള്ള ഇടപെടലുകൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ? ആ നാട്ടുകാർക്ക് ഇതൊക്കെ ശീലമാണോ എന്നുള്ളത് അറിയാൻ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സമയവും ഒരു ആനയുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമായി മാറിയതാണ് വനം വകുപ്പിന് ഏറ്റവും വലിയ വെല്ലുവിളി. മുഴുവൻ സമയവും ഇതിപ്പോൾ നമ്മൾ കാണുന്നത് റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ ചാലക്കുടിയിൽ നിന്നുള്ള വാഹനമാണ്, മൊബൈൽ സ്ക്വാഡാണ്. ഈ സ്ക്വാഡ് ഈ മേഖലയിലുടനീളം പല സമയങ്ങളിലായി പ്രവർത്തിക്കുന്നു. ആനകളെ സാന്നിധ്യം ഉള്ള സ്ഥലത്തേക്ക് ഇവർ ഇങ്ങനെ എത്തുകയും ആനകളെ ഈ റോഡിനോട് ചേർന്നുള്ള മേഖലയിൽ നിന്ന് കാട്ടിനകത്തേക്ക് കയറ്റി വിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പലപ്പോഴും സ്വീകരിക്കുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ ഒരു പരിമിതി ഉണ്ട്. അതാണ് ഏറ്റവും അധികം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഒരു പരിമിതിയുണ്ട്. കാരണം അത്രയും വലിയൊരു വനമേഖലയാണ് അതിരപ്പള്ളി വാഴച്ചാൽ വനമേഖല എന്ന് പറയുന്നത്. ഈ മേഖലയിൽ പൂർണ്ണമായും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാ സമയവും വലിയ തോതിൽ എത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ശാശ്വതമായൊരു പരിഹാരം എന്ന് പറയുന്നത് ഫെൻസിങ്ങോ ഡ്രഡ്ജ് കുഴിക്കലോ അത്തരത്തിലുള്ള ഒരു പ്രതിരോധ മാർഗമാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നിവിടെ കരിദിനം ആചരിക്കുകയാണ്. കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. ഈ ഒരു ആന ഇറങ്ങിയ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ റോഡിന് മുന്നിൽ നടു റോഡിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും
ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒരു ഭാഗത്തുണ്ട്, അതിനോടൊപ്പം തന്നെ പ്രതിഷേധക്കാരും മറു ഭാഗത്തുണ്ട്. എന്തായാലും ഇത് ഇത്തരം പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് ഒരു ഡ്രഡ്ജ് കുഴിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഫെൻസിങ് കാര്യക്ഷമമായി നടപ്പാക്കുകയോ എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ആ ഒരു സംവിധാനം ഒന്നും തന്നെ ഇവിടെ നടപ്പാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ സ്ഥിരമായി പറയുന്നത്. അതായത് വലിയ കിടങ്ങുകൾ കുഴിച്ച് വന്യജീവികളെ ഇങ്ങോട്ടേക്ക് ഈ മേഖലയിലേക്ക് കടക്കുന്നതിനെ പ്രതിരോധിക്കുന്നു എന്ന് പറയുമ്പോഴും കോടികൾ ചിലവാക്കി ഇതുപോലെ കിടങ്ങുകൾ കുഴിക്കുന്നു. പക്ഷേ ഒരു മഴ സമയം വരുമ്പോൾ ചുറ്റുമുള്ള മണ്ണിടിഞ്ഞ് ഈ കിടങ്ങുകൾ നികന്നു പോവുകയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ചവിട്ടി അത് നികന്നു പോവുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ശാശ്വതമായ പരിഹാരമല്ല എന്നാണ് ഇത്തരം മേഖലയിലുള്ളവരൊക്കെ പറയുന്നത്. പിന്നെ ഒന്ന്, വൈദ്യുത ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുക എന്നതാണ്. ഈ വൈദ്യുത ഫെൻസിങ്ങുകൾ തന്നെ ഫലപ്രദമായി കൃത്യമായ അളവിൽ വൈദ്യുതി അതിലൂടെ കടന്നു പോകുന്നു എന്ന് കൃത്യമായ ഇടവേളകളിൽ ഉറപ്പുവരുത്തുക, ഇതൊക്കെ അത്യാവശ്യമാണ്. അങ്ങനെ നിരന്തരം മേൽനോട്ടം വഹിച്ചുകൊണ്ട് ുള്ള ഒരു പരിഹാര മാർഗം ആ മേഖലയിൽ ഇനിയും ഇല്ല എന്നതാണോ ശരി? തീർച്ചയായും ശാശ്വതമായൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ഫെൻസിങ് കൃത്യമായി കാര്യക്ഷമമായി നടപ്പാക്കുക എന്നുള്ളതാണ്. കാരണം അതിരപ്പള്ളി വനമേഖലയിൽ നിന്ന് പുഴ കടന്നുകൊണ്ടാണ് ജനവാസ മേഖലകളിലേക്ക് കൂടുതലായി ഈ കാട്ടാനകൾ എത്തുന്നത്. വരുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ഫെൻസിങ്ങോ അല്ലെങ്കിൽ വലിയ കിടങ്ങുകൾ കുഴിക്കുകയോ ആണ്. പക്ഷേ യാതൊരു വിധത്തിലും ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. വാഗ്ദാനങ്ങൾ നൽകി എന്നുള്ളതല്ലാതെ മറ്റു സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇവിടെ നടപടികളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഫെൻസിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ഇവിടെ ഒരു ശാശ്വത പരിഹാരമാവുള്ളൂ. എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ഫെൻസിങ് MLA നിയമസഭയിലൊക്കെ പാസ്സാക്കി എന്ന് പറയുന്നതല്ലാതെ കൃത്യമായിട്ട് അതിനുള്ള ഒരു നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പ്രസിഡന്റായി കളക്ടടക്കം വന്നു, ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു, ജനങ്ങൾക്ക് സംരക്ഷണം തരുന്നു പറഞ്ഞു. ആ പറയില 3 കൊല്ലം മുമ്പ് ഉണ്ടായതാണ്. ഇന്നേ വരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അന്ന് ഈ റോഡ് ഉപരോധവും മറ്റും വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ പിന്നീട് അത്തരത്തിൽ ഇത് നടപ്പാകാതിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അത് മെയിൻ ആൾക്കാർ ഇവർ ഓഫീസേഴ്സും ഒക്കെ വന്നിട്ട് പറയും അടുത്ത പ്രാവശ്യം ടെൻഡർ ആയതിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കണ്. ഇതിനൊരു മുന്നോട്ട് വയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല.